നിങ്ങളും ഇതുപോലെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്തിരിക്കണം. ഇന്ത്യയിൽ ഓരോ 4 മിനിറ്റിലും ഓരോ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക് എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു മിററിൻ്റെ മുന്നിലായിട്ട് പ്രൈമറി ആയിട്ട് ന്യൂഡായിട്ട് നിൽക്കുകയും ആ ബ്രസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ അതിൻ്റെ സൈസ് ഷേപ്പിലൊക്കെ പെട്ടെന്നുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ, നിപ്പിളിൻ്റെ പ്ലേസിങ്ങിലോ കാര്യങ്ങളിലോ മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ നിപ്പിളിൽ നിന്ന് കാര്യമായിട്ട് ബ്ലഡ് കലർന്ന ഡിസ്ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും കല്ലിപ്പ്, തടിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്കിന്നിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കി എക്സാമിൻ ചെയ്യുന്ന രീതികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ABC, അതായത് 3 പാർട്ടുകളാണ്. ഒന്ന് ആംപിറ്റ് ഏരിയ ആണ്, പിന്നെ വരുന്നത് ബ്രസ്റ്റ് ഇറ്റ്സെൽഫ്, പിന്നെ C ഫോർ കോളർ ബോൺ ആണ്. ഇത്രയും ഏരിയ നമ്മൾ എക്സാമിൻ ചെയ്തിരിക്കണം. നമ്മൾ 3 ഫിംഗർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് സർക്കുലർ മോഷനിൽ ഈ പറഞ്ഞ ഏരിയയിലെല്ലാം പതിയെ പ്രസ് ചെയ്തിട്ട് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി എന്നുള്ളത്. അങ്ങനെ എക്സാമിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും അൺയൂഷ്വൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിവതും വേഗം ഡോക്ടറെ കാണുകയും അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ കാണുകയും ചെയ്യാം. ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചേക്കുക, ഓരോ 8 മിനിറ്റിലും ഇന്ത്യയിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ മൂലം ഓരോ മരണങ്ങൾ കൂടി നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ഒക്കെ മറക്കണ്ട. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.